ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ രണ്ടാമത്തെ നോമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ കുട്ടികളെ പോലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടതിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ കുട്ടികൾ 5 വയസ്സിൽ നോമ്പെടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താ നോമ്പെടുക്കാതെ വെച്ചാൽ നമ്മൾ നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് 2 പേരോട്. അപ്പം ശനി ഞായറും സ്കൂളില്ലാത്ത ദിവസം വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ എന്തായാലും പുറത്ത് ഭയങ്കര വെയിൽ. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ എടുക്കാൻ പോണത്. മിയാസ് പിന്നെ സർജറി സമയത്ത് ഏകദേശം മിയാസിന് എന്താ നോമ്പ്, എങ്ങനെ ഇരിക്കണം എന്നൊക്കെ അവനക്കറിയാം. സനാക്കത് അറിയില്ല. അപ്പം എന്തായാലും നിങ്ങൾ സ്കൂൾ ലീവുള്ളപ്പോൾ വീട്ടിലുള്ളപ്പോൾ നിങ്ങൾ ആദ്യം എടുത്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് വെച്ചാൽ നിങ്ങൾ പിന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വെയിൽ നമ്മുടെ വീട്ടിലിരിക്കണ ആളുടെ നമുക്കറിയില്ലേ, മക്കൾ സ്കൂളിലേക്ക് പോവുകയാണ്, പിന്നെ ഓട്ടോറിക്ഷയിൽ പോവുകയാണ്, പിന്നെ സ്കൂൾ ഓടിക്കളിക്കും, വെയിലിൽ ഉച്ചക്കുള്ള ലഞ്ച് ടൈം അങ്ങനെയൊക്കെ സമയമാകുമ്പോൾ നമുക്ക് തന്നെ അത് ചിലപ്പോൾ പ്രശ്നമാകും. ആ ഒരു ചൂട് താങ്ങാൻ കഴിയണം അല്ലേ, ആ ഒരു ചൂട് താങ്ങാൻ കഴിയണം, വെള്ളത്തിൻ്റെ ഒരു ഇതാകണം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശനി ഞായർ നിങ്ങൾ സ്കൂൾ ലീവാണെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. അപ്പോൾ കുട്ടികൾ നമ്മളെ വെട്ടത്തിൽ തന്നെ ഉണ്ടാവും. കാരണം ഇപ്പോൾ നോമ്പെടുത്തിട്ട് നമ്മൾ വലിയ ആൾക്കാർക്ക് കുറച്ചും കൂടി പോയാൽ താങ്ങാൻ പറ്റാണ്ടാവും. അപ്പോൾ എന്തായാലും പോലെയും കൊണ്ട് ഞങ്ങൾ നോമ്പ് എടുപ്പിക്കുന്നതാണ്. കൺവട്ടത്തിൽ വെച്ചിട്ട് നമുക്കിപ്പോൾ എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രാവിലത്തെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഓൾറെഡി ഒരു മുക്കാൽ ഭാഗവും പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തുടക്കലും അടിക്കലും ഒക്കെ തുടച്ചും കൊണ്ടിരിക്കുകയാണ്. വീട് പിന്നെ വലുതാകാതെ കാരണം കൊണ്ട് വല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് ബെഡ്ഷീറ്റുകൾ ആദ്യം തന്നെ തിരുമ്പിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബെഡിൻ്റെ കവറുകൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തിരുമ്പി അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം അടുത്ത പരിപാടിക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതായത് കൊണ്ട് പള്ളിക്ക് പോയി ജുമ്മ ഉണ്ട്. നമ്മുടെ റമദാൻ മാസത്തെ ആദ്യത്തെ ജുമ്മയാണ് ഇതെന്ന്. അപ്പോൾ എന്തായാലും ഇവിടെ ജോലി ഞാൻ വീട്ടിൽ തന്നെയാണ്. ഓലെന്തായാലും പള്ളിക്ക് പോകും. അതിന് മുന്നേ കുറച്ച് പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, ഒരു വീട്ടിൽ നോമ്പായാൽ മെയിൻ വേണ്ട സാധനം എന്താണ്, എന്തെടുക്കും? എല്ലാവരുടെ വീട്ടിലും മെയിനായിട്ട് ചിക്കൻ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ എന്തായാലും ഇന്നലെ വരെക്കും സ്റ്റോർ ചെയ്തത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പുളി നിസ്കാരം അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കത് വാങ്ങാൻ പോകണമെങ്കിൽ. അപ്പത്തിന് വെയിൽ ശരിക്കും ഇതൊക്കെ ചെയ്യണമെങ്കിൽ രാവിലെ പോകണം. വെയിൽ ഇരിക്കും തോറും ചൂട്. ഇന്നത്തെ നോമ്പിന് വല്ലാണ്ട് തോന്നില്ല. ഇന്ന് നോമ്പിന് കുറച്ച് ഒരു മാതിരി ഉണ്ട്. അതിനിപ്പോൾ രാവിലെ ടാബ്ലറ്റ് കഴിച്ചത് കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുകയാണോ എന്താണെന്നൊന്നും അറിയില്ല. ഇന്ന് നമുക്ക് അത്താഴത്തിന് എന്താണ് ചോറ് വെച്ചാൽ, ഇന്നലെ വെള്ള നെയ്ച്ചോറും പരിപ്പ് ദാളിച്ചിരുന്നു. ഇന്ന് അതേമാതിരി മഞ്ഞ നെയ്ച്ചോറും ദാളിച്ചിയും പിന്നെ മുട്ട മസാലയൊക്കെ ആയിരുന്നു ഇന്നത്തെ ചോറ്. നമ്മൾ ദിവസം ആ ചോറ് വാങ്ങുന്നത് എന്താന്നിട്ട് എല്ലാവർക്കും ബോറടിക്കും. അത് കാരണം കൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കുന്നത്. ഇന്നത്തെ ചോറ് എന്താ പ്രത്യേകത എന്നറിയോ? ഇന്നത്തെ ചോറിൽ വെന്തിയുണ്ട്, ഉലുവ. ഇന്നലത്തെ ചോറിൽ ഉലുവല്ല. ഇന്നെന്താ ഉലുവ ഇട്ടിട്ട് അതെന്താന്ന് എനിക്കല്ലോ. എത്രയോ വർഷം ഞങ്ങൾ നോമ്പിന് ചോറ് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈമാണ് മഞ്ഞ കളറിൽ ഞാൻ ചോറ് വാങ്ങുന്നത്. കാരണം ഉലുവയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ചോറ്. ഇപ്പം ശരീരം തണുക്കാൻ വേണ്ടിയിട്ട് ഉലുവയാണ്. എന്താണെന്നൊന്നും അറിയില്ല. അപ്പം നമ്മൾ ഇന്ന് വാങ്ങിക്കൊടുത്തിട്ടാണ് നമ്മൾ തിന്ന് അതേപോലെ കുട്ടികൾക്കും അതേ കൊടുത്തയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എപ്പോഴും പോലെ തന്നെ വൈകുന്നേരത്തിലിருந்து രാത്രിക്കുള്ളത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. റെഡി ആയിട്ട് ജുമാക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എത്ര മണിക്കാണ്? 1:30ക്കാണ് ജുമ. ഞാൻ വീട്ടിലാണ്. ഇവരൊക്കെ പള്ളിയിൽ പോണു. തൊപ്പി അവിടെ തിരക്കുണ്ടാവില്ല. അപ്പോൾ തൊപ്പി കിട്ടുമോ? അപ്പോൾ മക്കളെ, നമുക്ക് കുറച്ച് പാർസൽ വന്നിട്ടുണ്ട്. പാർസൽ വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്ത് തന്നെയാണ് മീഷോന്ന്. ഞാൻ എന്ത് പാർസൽ ചെയ്യണമെങ്കിൽ ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്യല്. അപ്പോൾ ഇതെന്താ വെച്ചാൽ അന്ന് നമ്മൾ എയർ ഫ്രൈ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റേ പാത്രം എടുത്ത് കഴുകി പിന്നെ യൂസ് ചെയ്യാൻ കുറച്ച് പണി അധികമായതുകൊണ്ട് ആ ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്താണ്. കുറേ ഡിമാർട്ടും റിലയൻസ് മാള് അങ്ങനത്തെ മാളിൽ കൂടെയൊക്കെ പോയി നോക്കി, സംഭവം കിട്ടിയിട്ടില്ല. ലാസ്റ്റ് ഓൺലൈനിലുള്ള വഴി ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്തായാലും 3 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും കൂടി വരാനുണ്ട്. ഒരു സ്പ്രേ ബാട്ടിൽ ഒന്നുണ്ട് മറ്റേ എണ്ണയുടെ, അത് വരുന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ നാളെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത്. 3 എയർ ഫ്രൈൻ്റെ സാധനങ്ങളാണ്. പക്ഷെ 3 വ്യത്യാസമായിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതെന്തായാലും തുറന്നു നോക്കാം. ഇതാണ് പ്ലേറ്റാ. ഇതാണ് ഡിസ്പോസിബിൾ പ്ലേറ്റാ. എയർ ഫ്രൈ പേപ്പർ റൈസ്
ഈ ഒരു സാധനം വാങ്ങി ഇത് എടുത്ത് വെച്ചിട്ട് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഒരു പ്രാവശ്യം യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. എടുക്കുക, യൂസ് ചെയ്യുക. ഇതിൽ എത്ര പീസ് എടുക്കും? 100 പീസ് ഉണ്ട്. ഇതിൽ എക്സലും സ്മാളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതാണ് ആദ്യം സ്മാൾ ഓർഡർ ചെയ്തത്. പിന്നെ നമ്മുടെ എയർ ഫ്രൈ വലുതായത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ വലുത് എക്സലിൽ ഞാൻ എടുത്തത്. സൈസ് ഇട്ടിട്ടുണ്ട് 16, 45. ഇതാ എയർ ഫ്രൈയോട് കണക്കാ. ഇതാ നമ്മളോട് കണക്കരല്ലേ. അപ്പോൾ ഇതെന്തായാലും 100 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇത് തന്നെ ഉണ്ടല്ലോ അത് ഫ്രൈ ചെയ്യുന്നതിൻ്റെയൊക്കെ. അപ്പോൾ ഇതാണ് പോകുന്നത്. നീ ഇത് 2 കൂട്ടാൻ വണ്ടിയിൽ എന്താ വേറെ ഓർഡർ ചെയ്തിട്ട് തന്നെ എങ്ങനെ വന്നിട്ടുള്ളത് എനിക്കറിയില്ല. വല്ല മാലി ഓർഡർ ചെയ്ത മാതിരി വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ നോക്കുക. ഫസ്റ്റ് കവറിന് തന്നെ പൈസ കൊടുക്കുന്നതുകൊണ്ട് ഇതുവരെയൊക്കെ ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ട് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ വരാൻ കുറച്ച് കൊടുക്കുന്നു. ഇത് മറ്റേ റബ്ബറിൻ്റെ കേക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങിയല്ലോ. റബ്ബർ അപ്പോൾ ചേട്ടാ 6 പീസ്. ഇതാ കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാ. ചെറിയ കപ്പ് കേക്ക് ഉണ്ടാക്കുമല്ലോ. ഇതാ ഇത് 6 പീസ്. ഇത് അതോടെ കുറച്ച് വലുത്. അപ്പോൾ ഇത് സിലിക്കോൺ എന്നോ சொன்னாங்க. സിലിക്കോൺ പ്ലേറ്റ്. ഇതൊക്കെ സിലിക്കോൺ പ്ലേറ്റ് ആണ്. ഇതൊന്ന് ഇതൊന്നും ഇതിൽ വെച്ച ഉരുകാത്. അപ്പോൾ ഇതങ്ങനെ 6 എണ്ണം. ഇത് നമുക്ക് എടുത്ത് യൂസ് ചെയ്തിട്ട് പിന്നെ വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാധനം റബ്ബറിൻ്റെ. ഇതും അങ്ങനത്തെ ഒരു പ്ലേറ്റ് തന്നെയാണ്. ഇത് ഞാൻ ബ്ലാക്ക് ആണല്ലോ ഓർഡർ ചെയ്തത്. അതിൻ്റെ റോസ് വെച്ച് ഇത് ഞാൻ ഓറഞ്ച് കളർ അല്ലല്ലോ, കറുപ്പാണല്ലോ ഓർഡർ ചെയ്തത്. ഇത് സിലിക്കോൺ പ്ലേറ്റ് തന്നെയാണ്. ഇതിലാവുമ്പോൾ അടിക്കടി എണ്ണ കഴുകേണ്ട ആവശ്യമില്ല. ഇത് അങ്ങനെ കഴുകിയിട്ട് യൂസ് ചെയ്യാമല്ലോ. ഇതാണ് നമ്മുടെ എയർ ഫ്രൈൻ്റെ പാകത്തിനുള്ളത്. ചിക്കനൊക്കെ ആവുമ്പോഴേ മസാല അതിൻ്റെ അടിയിലേക്കാണ് പോകുന്നത്. ഇതിലങ്ങനെ മസാല ഇതിൽ മിക്സ് ചെയ്തിട്ട് അത് എയർ ഫ്രൈൻ്റെ ഉള്ളിലേക്കാണ് വെച്ച് കൊടുത്താൽ നമ്മൾ പരിപാടി ചെയ്യും. അപ്പോൾ ഇതിൽ തന്നെ ഉണ്ടല്ലോ ഇതാ എന്തൊക്കെ കളറാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ കറുപ്പാണ് ഓർഡർ ചെയ്തത്. പക്ഷെ വന്നത് ഓറഞ്ച് കളർ വ്യത്യാസമായിട്ട് വന്നപ്പോൾ അതിനാണ് ഇത്ര ദിവസമോ. അപ്പോൾ ഏകദേശം ഓർഡർ ചെയ്തിട്ട് എത്ര ദിവസം 10 ദിവസം ഉണ്ടാവില്ല, ഒരാഴ്ച കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എയർ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അതൊക്കെ വരാനുള്ളത് സ്പ്രേ ബാട്ടിലൊന്നും വരാണ്ട് ചെറിയ ഇത്ര പോകുന്നത്. അതാകുമ്പോൾ സ്പ്രേ ചെയ്തിട്ട് എണ്ണയുടെ ലെവൽ കുറക്കാനുണ്ട്. അത് ചിലപ്പോൾ നാളേക്ക് വരും. പക്ഷെ ഓർഡർ കൺഫേംഡ് കണ്ടിട്ട് വന്നിട്ടുണ്ട്. ചിലപ്പോൾ വൈകുന്നേരം വരും, ഇല്ലെങ്കിൽ നാളേക്ക് വരില്ല. നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നോമ്പിൻ്റെ കഞ്ഞിയും വാങ്ങണം, പിന്നെ വടയും വാങ്ങണം. മുഹമ്മദ് പുറയിലാണ് നമ്മൾ വടയൊക്കെ വാങ്ങുക. ഈ നോമ്പ് സമയമായാൽ ഇവിടെ വട എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. എല്ലാ വടയും ഉണ്ടാവും. ഇറച്ചി വട മുതൽ പരിപ്പല ഉഴുന്ന് വട മുതൽ ഇറച്ചി വട വരൊക്കെ ഉണ്ടാവും. എടുത്തിട്ട് വാ പഴയ കട. அங்கே இருக்கு சமோசா. சமோசா அந்த பின்னாடி இருக்கு. பக்கோடா அது நல்லா இருக்கு. எது வேணும்? மற்ற அந்த கை மாடல்ல கேளு. வேற என்ன கிடைக்கும்? வாங்க பாப்போம். ചിക്കൻ സമോസ, ചിക്കൻ പപ്സ് അല്ലത് സമോസ. വ്യത്യാസം നോക്ക്. നാളെ വാങ്ങിപ്പാക്കണം. புரியல. சரிப்பா ஊத்திட்டாங்களா? கும்பல் இருந்துச்சா?
ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇപ്പൊ നാളെ പോണുണ്ടോ എല്ലാം ചോദിക്കുമ്പോ ഞാൻ നാളെ ലീവ് ഓട്ടം വേണ്ട പറഞ്ഞാ പറഞ്ഞിട്ട് നോക്ക്. ഇന്നത്തെ നമ്മുടെ നോമ്പിന്തവരുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നോമ്പ് കഞ്ഞിയായി, സമൂസ വാങ്ങിയിട്ടുണ്ട്, പിന്നെ ചിക്കൻ റോള്, അങ്ങനെ എല്ലാവരും കണ്ടില്ലേ. ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നോമ്പ് 30 പേർക്കും അവിടെ ഫുള്ള് വടയുടെ സ്പെഷ്യലുകളാണ്. എല്ലാ വടയും ഉണ്ടാവും. ഇന്ന് വട, പരിപ്പ് വട, എന്തൊക്കെ എല്ലാതും ഉണ്ടാവും. പിന്നെ നമ്മൾ ആ പള്ളിയിൽ നിന്ന് കഞ്ഞിയും വാങ്ങി. പിന്നെ നമുക്കുള്ളത് ഫ്രൂട്ട്സൊക്കെയാണ്. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യണം. പിന്നെ ജ്യൂസിന് എന്താ വെച്ചാൽ വാട്ടർ മെലണാണ് ഓൾറെഡി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വാട്ടർ മെലണോണ്ട് ജ്യൂസും പിന്നെ അന്നത്തെ പോലെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നോമ്പ് തുറന്നത്. പിന്നെ ഫുഡ് രാത്രി എപ്പത്തെയും പോലെ ചിക്കൻ നമ്മൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞ് നമുക്ക് കഴിക്കാൻ നേരത്തെ എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചപ്പാത്തിയും ചിക്കൻ കറിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. കുട്ടികൾക്ക് പിന്നെ ദോശമാവ് ഞാൻ സേഫ്റ്റി ആയിട്ട് ആട്ടി വെച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരിക്കൽ 2 ദോശ എല്ലാം കൊണ്ട് അതും ഒക്കെ. അപ്പോൾ ഗൈസ് ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മളുടെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. നാളത്തെ വിശേഷങ്ങളുമായിട്ട് നാളത്തെ വീഡിയോ വരാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബൈ ബൈ.